എന്തുവാടാ? ടീച്ചറെ ഇവരെ എന്നെ അമ്മയ്ക്ക് വിളിച്ചു. ഞാനൊന്നും വിളിച്ചിട്ട് ടീച്ചർ. ആണോടാ? ഇല്ല ടീച്ചറെ, ഇവൻ വിളിച്ചു. അതിന് അമ്മയില്ലല്ലേ? സാറേ സാറേ കാര്യം പറ ടീച്ചറേ. ഈ മനോജ് സാർ എന്താ ഇങ്ങനെ? എന്തു പറ്റി? ടീച്ചർ എന്തെങ്കിലും പറഞ്ഞോ? പുള്ളിയുടെ പെരുമാറ്റം ശരിയല്ല സാറേ. ടീച്ചറോടോ? എന്നോടല്ല, പിള്ളാരോട്. എന്തൊരടിയാ കണ്ടുവന്ന് ഞാൻ തന്നെ പേടിച്ചുപോയി. ഇങ്ങനെ കടിക്കാവോ? ഇവിടെ ആരും ഇതിനൊന്നും പറയില്ലേ? സാറിന് പിള്ളേരെ കണ്ടുവിടാൻ തോന്നുന്നു. ഈ സാറ് ഷോർട്ട് ടെമ്പേർഡ് ആണോ? ഇടയ്ക്ക് ഗുളി കഴിക്കുന്നത് കാണാം. സാർ ഈ സ്കൂളിൽ എത്ര നാളായി? ഇവിടെ ആരോട് സാറ് മിണ്ടാറില്ലേ? കുറെ ചോദ്യം ഉണ്ടല്ലോ. പുള്ളി അങ്ങനെ. സാറ് ഇവിടെ അങ്ങനെ ആരോടും മിണ്ടാറില്ല. സാറിനോടും ആരും മിണ്ടാറില്ല. ഒരു ടൈപ്പ്. ടീച്ചറിന് മിണ്ടണോ? ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ലേ? പിന്നെ ഈ ക്ലാസ്സിൽ ഇത്രയും പേർക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താടാ ചെയ്താല് ഇവിടോ? എന്താടാ ചെയ്താല് ഇവിടോ? എന്താ ശങ്കര, രാവിലെ തല്ലുണ്ടാക്കിന്നൊക്കെ കേട്ടു. നിനക്കിട്ട് രണ്ടെണ്ണം തരുമ്പോഴാടാ ഒരു ത്രില്ല്. സാറേ, ഈ പിള്ളേരെന്തിനാ ഇങ്ങനെ അടിക്കുന്നേ? അതിന് ബെല്ലടിച്ചില്ലല്ലോ ടീച്ചറെ. ഇതെന്റെ ക്ലാസ് അല്ലേ? ഇരിക്കെ. ടീച്ചറെ, ഒരു നോട്ടീസ് ഉണ്ട്. എല്ലാരും ശ്രദ്ധിച്ചേ. തിങ്കളാഴ്ച PTA മീറ്റിംഗ് ആണേ. എല്ലാരും പേപ്പറൊക്കെ വീട്ടിൽ കാണിച്ചല്ലോ അല്ലേ? ടീച്ചറെ, ചേട്ടനെ കൊണ്ടുവന്നാ മതിയാ? പറ്റത്തില്ല, അമ്മയെ തന്നെ കൊണ്ടുവരണം. ഞാൻ പേപ്പർ വീട്ടിൽ കാണിച്ചിട്ടില്ല. ഒരാഴ്ചയും കൂടി ഇല്ലേ, ഇനി കാണിച്ചാലും മതി. കഴിഞ്ഞ വട്ടത്തെ പാടി മാറി വരുന്നതേ ഉള്ളൂ. ഞാൻ അച്ഛനെ കൊണ്ടുവന്നാലോ എന്നാലോചിക്കുക. അതടി നല്ലത്. അച്ഛനാകുമ്പോ വെറുതെ വന്നിരുന്നെങ്കിൽ നോക്കോളും. സാറിനെന്താ നിന്നോട് ഇത്ര കലിപ്പ്? എൻ്റെ വീട്ടിൽ അമ്മയില്ലടാ. എനിക്ക് PTA മീറ്റിങ്ങിന് അമ്മയെ കൊണ്ടുവരണം. നിനക്കെന്താ വോട്ടോയാ? അച്ഛനോടാ നല്ലത്? എനിക്കറിയണം, എനിക്ക് അമ്മയെ കൊണ്ടുവരണം. പയ്യെ പറ, ടീച്ചർ നോക്കും. ഞാൻ സീരിയസ് ആണ്. പറ ഐഡിയ പറ. പെട്ടെന്നൊരമ്മയെ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? നീ അല്ലേ പറഞ്ഞ നിന്റെ ഐഡിയ ഉണ്ടെന്ന്? ഒരുമാതിരി മറ്റേടുത്ത് ഐഡിയ കാണിക്കരുത്. ഇവളായിൽ ഐഡിയ ഒന്നുമില്ലടാ, നിന്നെ പറ്റിച്ച്. ഒന്നും ഉണ്ടായിരുന്നേടാ. ഞാൻ ഐഡിയ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. എന്നാ താ കൊടു. നിന്റെ അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. നീ ചുമ്മാ ആളെ പറ്റി. നീ ഞാൻ ഐഡിയ അച്ഛനടുത്ത് നോക്കിയാ. എടാ,
എടാ മണ്ട, ഐഡിയ അല്ല, അമ്മേനെ ചോദിക്കണം, അച്ഛൻ്റെ അടുത്ത്. ഓ നൈസ്, താങ്ക് യു. അതൊന്നും നടക്കൂല. അച്ഛൻ്റെ അടുത്ത് എങ്ങനെ? അച്ഛനല്ലാതെ വേറെ ആർക്കും അമ്മ ഏൽപ്പിക്കാൻ പറ്റൂല. നീ ഒന്ന് ചോദിച്ചു നോക്ക്. അച്ഛൻ്റെ അടുത്തല്ലേ? ഐഡിയ നല്ലതാണ്. അമ്മയെ കൊണ്ടുവന്നെന്ന് എനിക്ക് സ്റ്റാർ ആവാം. നീ നോക്ക്. ജയിച്ച്. ഇവൻ പിന്നെയും തോറ്റു. കള്ളക്കളി കള്ളക്കളി. നിനക്ക് അറിഞ്ഞുടങ്ങി പറ, ഞാൻ പഠിപ്പിച്ചേരാം. ഒന്ന് പോടി. ഒഴിയടേ നീ. അടിക്കുന്ന തമ്പോലടി. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കുക്കു 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 കുക്കു. ഓ ഈസി അല്ലേ? പിടിച്ചോ. അതല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കൂവച്ച് പാട്ട് തീർന്നല്ലേ? എല്ലാം പാടി തീർത്തു. എന്തോന്ന് ഇത്? ഇതൊരു സമയം താടേ. ഈടായിട്ട് നിനക്ക് ഒട്ടും ക്ഷമയില്ല. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടിക് ടിക് 1, ടിക് ടിക് 2, ഇല്ലല്ലോ. ടിക് ടിക് 3, ടിക് ടിക് 4. കൂവച്ച് പാട്ടുണ്ടല്ലോ. കൂവച്ച് പാട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് തരി. അച്ഛാ പറ പൊന്നെ. പൊന്നേന്നൊന്നും വിളിക്കണ്ട. കൂവച്ച് പാട്ടുണ്ടെന്നേ ഞാനിപ്പൊ പറയാം. അച്ഛാ ഒരു കാര്യം പറയാൻ. പറയടാ പൊന്നെ. അച്ഛാ PTA മീറ്റിംഗ് വരാൻ പൊന്നെ. എനിക്ക് അമ്മ PTA മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ എനിക്ക് അമ്മയെ വേണം. ഇത്ര നാൾ PTA മീറ്റിംഗ് ഞാനിവിടെ വന്നത്. ഇപ്പൊ എവിടെ വന്നത് അമ്മ? ചുമ്മാ ഇരുന്നെ. കൊച്ചല്ലേ 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 എന്ന് വെക്കുമ്പം ഇത്തവണ ഞാൻ തന്നെ PTA മീറ്റിംഗ് വരും കേട്ടാ. നീ അങ്ങോട്ട് മാറിയുന്നേ. മക്കളത് കയറിപ്പോ. എത്ര പ്രാവശ്യം പറയണേ ഓരോ കാര്യം കാണിച്ചു. ഛേ, അടിച്ച കേട്ടും പോയി. എൻ്റെ അടുത്ത് എത്ര വട്ടം പറയണം. എന്തരടേ നിനക്ക് വയ്യേ? അവൻ പറഞ്ഞിട്ടില്ലേ അണ്ണ? ഞാൻ അവനെ എങ്ങനെ നോക്കിയാണ്? കുറച്ച് സമാധാനപ്പെട്. കൊച്ചിൻ്റെ അടുത്ത് എൻ്റെ അവനിപ്പോ ഞാൻ വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട. അന്ന് മാർത്താണ്ടത്ത് പണിയും കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് താമസിച്ചു. ഒരൊറ്റ വണ്ടി കിട്ടി. ഞാനിരുന്നതിൻ്റെ അപ്പുറത്തൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അധികം പ്രായമൊന്നുമില്ല. കയ്യിലാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞു. ഒരു കൈലിയിൽ എന്തോ അതിനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുമായിരുന്നു. ക്ഷീണം കൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. കൊച്ചിൻ്റെ വല്ലാത്ത കരച്ചിലേട്ടാ ഞാൻ എണീക്കണം. ഞാൻ നോക്കിയപ്പോൾ പിറം മൊത്തം ചോരയായിട്ടൊരു കൊച്ചു കുഞ്ഞു. ബസ് നിർത്തിച്ച് ഞാൻ അതിനെ നേരെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ പോലീസായി, ബഹളമായി. ആ പെങ്കൊച്ചനെ കളഞ്ഞിട്ട് പോയതാ. എനിക്ക് 25 വയസ്സാ. ആദ്യം വിചാരിച്ച് പോലീസുകാരെ ഏൽപ്പിച്ചിട്ട് പോവാന്ന്. പക്ഷെ എൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് കളയാൻ തോന്നില്ല. എന്നിട്ട് പെട്ടെന്നൊരമ്മ. ഡാ, അവനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കത്തില്ല. നീ ഇങ്ങോട്ട് നോക്കിയേ. ഇനി അവൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞെങ്കിൽ തന്നെ എന്തൊരു കുഴപ്പം? അവനും ഇങ്ങനെ എത്ര നാളാ? അവന് ഞാനില്ലേ? അതിന് നീ മാത്രം പോരല്ലോ. ഡാ, ഈ പരിസരത്ത് നിന്റെ അത്രയും കഴിവുള്ള ഒരാളെ നീ ഒന്ന് കാണിച്ചു തരാം. നിനക്കും വേണ്ട ഒരു കൂട്ട്. നീ ഒരാളെ കണ്ടുപിടി. അല്ല, കണ്ടുപിടിക്കണ്ടല്ലോ. ഒരാളില്ലേ പണ്ടെങ്ങോ ഇഷ്ടം പറയാൻ പറ്റാതെ പോയ അല്ലയോ പല്ലിയോ? അതോ അതിനെയും നീ വിട്ടോ? അല്ലിയും പല്ലിയൊന്നുമല്ല, മല്ലി. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം അറിയിക്കാൻ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. പിന്നെ ഈ ഒരവസ്ഥയിൽ എന്നാ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? ചെറുക്കിൻ്റെ ഒരു ആഗ്രഹമില്ലേ? നിങ്ങൾ ചുമ്മാ എന്നെ
ചെറുക്കനെ ഞാൻ PTA മീറ്റിംഗിൽ നമുക്ക് അമ്മയെ കൊണ്ടുപോകാം കേട്ടാ. അമ്മ സത്യം? അമ്മ സത്യം. അധികം റൊമാൻറ്റിക് ആയി കാട് കണ്ട ഡയറക്റ്റായിട്ട് കാര്യം പറഞ്ഞു. പ്രശ്നമൊന്നും ആവൂലല്ലേ? നീ എന്താ ഇങ്ങനെ? അച്ഛൻ പേടിക്കണ്ട, ഞാൻ ചോദിക്കാം. കണ്ടോ, അവന് പോലും പേടിയില്ല. ധൈര്യമായിട്ടിരിക്കേ, ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, നന്നായി. അമ്മയില്ല. ഈ ഇടയ്ക്ക് തൂങ്ങിച്ചത്തു. എന്തിന്? അതെനിക്കറിഞ്ഞൂടാ. അണ്ണൻ പിന്നെ എന്തോ തിരക്കിയത്? നീ അങ്ങോട്ട് പേടിക്കാ ചെന്നേ. ബാച്ചാ ആ, അണ്ണൻ വരുന്നില്ലേ? ഞാൻ ഈ ഏരിയ ഒന്നും കൂടെ ഒന്ന് തിരക്കട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പിടിച്ച് വലിക്കലടാ. അച്ഛന് പേടിയാവുന്ന? എന്തിന്? എനിക്ക് പേടി അല്ലടി. മതി. മല്ലി. അച്ഛൻ കുളിക്കുവാ, നിങ്ങളിരിക്കേ. എന്താ? ഞാൻ ചായ എടുക്കാം. മല്ലി. എനിക്ക് വേണ്ട. അച്ഛ ചോദിക്കേ. ചോദിക്കാം. മല്ലി. കുളിക്കാൻ കയറിയാ പിന്നെ അച്ഛനെ നോക്കണ്ട. അത്യാവശ്യമാണെങ്കിൽ എന്നോട് പറഞ്ഞോ. അയ്യോ, മക്കൾക്ക് കഴിക്കാനൊന്നും എടുത്തില്ലല്ലോ. ഇപ്പൊ എടുത്തിട്ട് വരാവേ. അച്ഛ ചോദിക്കേ. ചോദിക്കാടാ. കുളിക്കാൻ കയറിയാ പിന്നെ അച്ഛനെ നോക്കണ്ട. അത്യാവശ്യമാണെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാൻ പറഞ്ഞേക്കാം. ചായ കുടിക്കേ. പിടിക്കേ. കുടിക്കേ. അയ്യോ, മോന് കഴിക്കാനൊന്നും എടുത്തില്ലല്ലോ. ഞാൻ ഇപ്പം എടുത്തിട്ട് വരാവേ. അച്ഛാ, വാ പോവാ. എവിടെ പോവാ? യവന് പെടുക്കണം. എനിക്ക് പെടുക്കണ്ട. പെടുത്തോ. ബാത്റൂം അകത്താ, ഞാൻ പോവില്ല. അങ്ങോട്ട് പോകും. അച്ഛാ, അച്ഛൻ കുളിക്കാൻ കയറിയ പിന്നെ അച്ഛനെ നോക്കണ്ട. ഓ, പെങ്ങളെ, ഞാൻ ബിസി ആയിരുന്നു. വായിരിക്കേ, ഞാൻ ചായ എടുക്കാം. അയ്യോ, കോഫി മതി. അവിടുന്ന് ആരും കണ്ടില്ല, അതുകൊണ്ട് ഞാനിങ്ങ് പോയിരുന്നു. ഇനിയും തിരക്കണ്ടല്ലോ, കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, നല്ല തങ്കപ്പെട്ട് വെച്ച്. നിനക്ക് കറക്റ്റ് മാച്ചാ. എൻ്റെ ഭാഗ്യം. അയ്യോ, നിന്റെ ഭാഗ്യം. നീ എന്താ വല്ലാതിരിക്കുന്നേ? ഇത് ശരിയാവൂല, നമുക്ക് പോവാം. ഹാ, ചുമ്മാ ഇരുന്നാണ്. ശങ്കരനെവിടെ? കാരണവരെവിടെ? കാര്യം പറഞ്ഞോ? അണ്ണാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബാ പോവാ.
വന്ന കാര്യം പറയണ്ട എങ്ങനെ? അച്ഛൻ കുളിക്കുക. കുളിക്കാൻ കയറിയ പിന്നെ അച്ഛനെ നോക്കണ്ട. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നല്ലോണം തേച്ചൊരച്ച് തന്നെ കുളിക്കണം. അത്യാവശ്യമാണെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാൻ പറഞ്ഞേക്കാം. ചായ കുടിക്ക്. ഇവൻ കുറച്ച് നാണക്കാരനെ. ചെറിയ പ്രശ്നം. എന്തോന്ന് പ്രശ്നം? ഞാൻ കോഫിയെ കുടിക്കൂ. എന്നാ പിന്നെ അച്ഛൻ കുളിച്ചിറങ്ങിയിട്ട് നമുക്ക് വരാം. ചിരിക്കുന്നോടാ? എന്തിനാടാ വന്നേ? എന്തിനാടാ വന്നേ? പറയടാ, പറയടാ. ചിരിക്കോടാ, ചിരിക്കോ? ഇനി ചിരിക്കണോ? ചിരിക്കണോ ഇനി? മക്കളെ, ഒന്നും വിചാരിക്കല്ലേ. ഞാൻ മരിച്ച പിന്നെ ഇവിടെ ഇങ്ങനാ. ഈ ഞാൻ അവളുടെ അമ്മയാ, ഭാനുമതി. ബാഹുബലിയോ? ബാഹുബലി അല്ലണ്ട, അവളുടെ അമ്മയാണത്. അച്ഛാ ഓടിക്കോ. ഇരിയടാ അവിടെ. ഒഴിഞ്ഞു പൊടി. എടി ഒഴിഞ്ഞു പോവാൻ, ഒഴിഞ്ഞു പോവാൻ. അമ്മേ, നിങ്ങളിങ്ങോട്ട് വന്നത് അവക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാ അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചത്. വേദനിച്ചോ? നിന്നെയൊക്കെ ഞാൻ കൊല്ലോടാ. നീയൊക്കെ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? ഇവൻ പറഞ്ഞിട്ടാ. ഞാനാ? നിങ്ങളല്ലേ? പറയടാ മൊട്ടെ, സത്യം പറഞ്ഞോ? നിന്റെയൊക്കെ വായിലെന്തോടാ പഴമാണോ? നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? PTA മീറ്റിംഗിന് വിളിക്കാമെന്ന പറയണ്ട. മീറ്റിംഗ്. നിനക്കൊക്കെ എന്താടാ പ്രാന്താണോ? രാവിലെ തന്നെ ഒരു വീട്ടിൽ കയറി വന്നിട്ട് PTA മീറ്റിംഗിന് വരണമെന്നോ? ഞാൻ എന്തിനാടാ വരുന്നത്? ഓ, എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. PTA മീറ്റിംഗിന് വിളിക്കാൻ വന്നതാ. അമ്മയില്ല എനിക്ക്. ഞങ്ങളൂടെ ഒന്ന് വരാവോ? കണ്ണീറുന്നതെന്തോ ഉള്ളം നീറുന്നതോ കാലിടറുന്നതെന്തോ എന്നെഞ്ചം തിരയുന്നതാ നിലാവിലും ഇനി എന്നെ പറ. അപ്പൊ നിന്റെ അച്ഛനാ വരുന്നേ? ശരിക്കും പറഞ്ഞ അച്ഛനാ നല്ലത്. ഇനിയിപ്പോ 3 പേരും കൂടെ അത്രേ ഉള്ളൂ. ശങ്കറിന്റെ അച്ഛൻ വരുവോ? അറിയത്തില്ല ടീച്ചറെ. എടാ നീ ഇരുന്നോ. ടീച്ചറെ, ആ വീട്ടിൽ നിന്ന് വരാത്ത ലിസ്റ്റിംഗ് എടുത്തേ. ടീച്ചറെ, വീട്ടിൽ നിന്ന് വരാത്ത പിള്ളേരെ ലിസ്റ്റ് അല്ലേ? ഞാൻ തരൂല സാറേ. നോക്കണ്ട, ഞാൻ തരൂല. സാറ് പിള്ളേരെ നല്ല ഉപദ്രവാ. സാർ ഏത് സാറായാലും ഞാൻ തരത്തില്ല. ടീച്ചർ വന്നിട്ട് കുറച്ചല്ലേ ഉള്ളൂ, അതിൻ്റെ കുറച്ചുമില്ല കൂടുതലുമില്ല.
ഞാനൊരു ടീച്ചറാ. ഈ കാര്യത്തിൽ പിള്ളേരെ തല്ല ഞാൻ സമ്മതിക്കില്ല. ലിസ്റ്റ് ഞാൻ തരത്തില്ല. നോക്കി പേടിപ്പിക്കല്ലേ. അമ്മ വന്നിട്ടുണ്ട് ടീച്ചറെ. അമ്മ ഓരോന്ന് പറഞ്ഞില്ലല്ലോ ശങ്കര. മല്ലി അച്ഛനെത്തിയല്ലോ. വീട്ടിൽ നിന്ന് ആള് വരാത്തവന്മാരൊക്കെ എണീക്കടാ. ഇരിക്കടാ. നിന്റെയൊക്കെ കാല് ഞാൻ അടിച്ചു പൊട്ടിക്കും. എണീക്കടാ. ഇരിക്കടാ. സാറേ, ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ടീച്ചർ ചെയ്യേ, എനിക്കറിയാം എന്താ വേണമെന്ന്. വീട്ടുകാർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഇതൊക്കെ ഉള്ളതാണോ എന്ന് ആർക്കറിയാം. ഒരു ഉടായ്പ തന്തയും തള്ളയും കൊണ്ടുവന്നിരിക്കും. സാർ എന്തോന്ന് സംസാരിക്കുന്നേ? പാരന്റ്സിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ബിജു സാറേ, എച്ചമ്മനെ വിളി. ടീച്ചറെ പതിയെ. നീ വിളി. എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. വിടു മനോ സാറേ, ഇത് ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? പേരൻസ് ഒക്കെ ഇരിക്കല്ലേ. സാർ പോ. സോറി പറഞ്ഞിട്ട് പോയാ മതി. ഓ, സാർ സോറി പറയണം. വേണ്ടേ? ടീച്ചറെ മതി. ഓ